ഹലോ കൂട്ടുകാരെ, കാണാൻ പരിപ്പുവട പോലെ ഇരിക്കുന്നെങ്കിലും രുചിയിലൊക്കെ നല്ല വ്യത്യാസമുള്ള മസാലവടയാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലവട നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മസാലവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ നമ്മുടെ പരിപ്പുവടയുടെ പരിപ്പ് തന്നെയാണ് അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങളിപ്പോൾ കുതിർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി, നല്ലപോലെ കുതിർന്ന് കിട്ടും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. മൊത്തത്തിൽ നല്ലപോലെ അരച്ചെടുക്കണ്ട, എന്നാലും ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് പരിപ്പുവടയ്ക്ക് അരച്ചെടുക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം അതിനകത്തേക്ക് ഒരു പിടി ഇതുപോലെ ഫുള്ളായിട്ടുള്ള പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇനി അതിനകത്തേക്ക് സവാളയാണ് കേട്ടോ. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, കറിവേപ്പില, പിന്നെ കുറച്ച് ജീരകം, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പരിപ്പുവടയും മസാലവടയും തമ്മിൽ വ്യത്യാസം വരുത്തുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല. ശരിക്കും പരിപ്പുവടയുടെ ഒരു സഹോദരനും തന്നെ പറയാം കേട്ടോ മസാലവട. നമ്മുടെ നാടുകളിൽ പരിപ്പുവടയെന്നും പുറത്തോട്ട് പോകുമ്പോൾ മസാലവടയെന്നും ഇതിന് പറയും. പക്ഷേ നമ്മളുണ്ടാക്കുന്ന പരിപ്പുവടയെക്കാട്ടിലും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. എന്നും പറഞ്ഞ് ടേസ്റ്റ് ഇല്ല എന്നല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ പരിപ്പുവടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സവാള ഉപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മളിതുപോലെ കുഴച്ച ഉടനെ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ പരത്തി നമ്മുടെ പരിപ്പുവട ഉണ്ടാക്കുന്ന അതേ ഷേപ്പിൽ നമ്മളെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നമുക്കങ്ങനെ ഓരോരോ ബോൾസായിട്ട് എടുത്തിട്ട് ചൂട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൽ ഒരു 5-6 എണ്ണമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് നമ്മളിതൊന്ന് ബ്രൗൺ നിറമാക്കി എടുക്കണം. ഇത് ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു പൊന്നിറത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഉള്ളൊക്കെ വെന്തോന്ന് നല്ല രീതിയിൽ നോക്കുക. നിങ്ങൾ നല്ല കട്ടിക്കാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഉള്ളു വേവാൻ ഉണ്ടായിരിക്കും. ഇത് അത്ര കട്ടിയൊന്നുമായിട്ടല്ല ഇട്ടിരിക്കുന്നത്, നൈസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മസാല വട ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പരിപ്പുവട ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാമല്ലോ അല്ലേ. എല്ലാത്തിൻ്റെയും രുചി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.